വിവാദങ്ങൾക്കിടെ തിരുവനന്തപുരം നഗരസഭാ കൗൺസിൽ യോഗം നിർണായകമായ നഗരസഭാ കൗൺസിൽ യോഗം ഇന്ന് ചേരുകയാണ്. നമുക്കറിയാം 50 അംഗങ്ങളുമായി സ്വതന്ത്രന്മാരുടെ പിന്തുണയോടുകൂടി BJP ഭരിക്കുന്ന ഒരു നഗരസഭ, കേരളത്തിലെ ഏക നഗരസഭയാണ് BJPയുടെ തിരുവനന്തപുരം നഗരസഭ. കൗൺസിൽ യോഗങ്ങളിൽ തുടർച്ചയായി പങ്കെടുക്കാതിരുന്നാൽ ഉണ്ടാകാവുന്ന അയോഗ്യത മറികടക്കാൻ BJP കൗൺസിലർ ആർ സുഗതൻ അഭിഭാഷകർ മുഖേന മേയർക്ക് അവധിക്ക് അപേക്ഷ നൽകിയിട്ടുണ്ട്. ആർ സുഗതൻ കാപ്പ കേസിൽ ജയിലിലാണ്. 2 തവണ ഇതിനു മുൻപ് നഗരസഭ കൗൺസിലിൽ പങ്കെടുക്കാനായിട്ടില്ല. ചട്ടമനുസരിച്ച് 3ാമത്തെ കൗൺസിലിൽ കൂടി പങ്കെടുക്കാതിരുന്നാൽ സുഗതൻ അയോഗ്യനാകും. പക്ഷേ അവധി കൗൺസിൽ അംഗീകരിച്ചാൽ ആ യോഗ്യത മാറ്റാൻ സാധിക്കുമെന്നുള്ള ഒരു പഴുതു കൂടിയുണ്ട്. അതാണ് ഇപ്പോൾ BJP ഉപയോഗിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. വാഴാട്ടുകുണം കൗൺസിൽ കൂടിയാണ് ആർ സുഗതൻ. നിയമപരമായ അടിത്തറയില്ല ഈ അവധിക്ക് അപേക്ഷയ്ക്ക് എന്നാണ് LDFന്റെ വാദം. UDFും സമാനമായ നിലപാട് പങ്കുവെക്കുന്നു. ഈ യോഗത്തിലും സുഗതൻ വിട്ടുനിന്നാൽ 3 കൗൺസിൽ യോഗങ്ങളിൽ തുടർച്ചയായി പങ്കെടുക്കാത്ത സാഹചര്യമുണ്ടാകും. ഡാൻ കുര്യൻ ചേരുകയാണ്. ഡാന്, കൗൺസിൽ ഇത് അംഗീകരിച്ചാൽ, അവധിക്ക് അപേക്ഷ അംഗീകരിച്ചാൽ സുഗതൻ്റെ അയോഗ്യത എന്നുള്ള ഭീഷണി മാറും. അതിനുള്ള സാധ്യതയല്ലേ ഇപ്പോൾ ഉള്ളത്? മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഭീഷണികൾ തൽക്കാലം സുഗതൻ്റെ കൗൺസിൽ സ്ഥാനത്തിനുണ്ടോ? ഇന്നത്തെ നഗരസഭാ കൗൺസിൽ യോഗത്തിൽ കൂടി വാഴോട്ടുകുണം BJP വാർഡ് കൗൺസിലർ ആയ ആർ സുഗതൻ പങ്കെടുക്കാതിരുന്നാൽ 3 തവണ തുടർച്ചയായി പങ്കെടുക്കാതിരിക്കുന്ന വിഷയം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സുഗതനെ സ്വാഭാവികമായി അയോഗ്യനാക്കണം എന്ന ആവശ്യമായിരിക്കും ഇതിനോട് LDFും അതോടൊപ്പം UDFും ഈ നഗരസഭയിൽ ഉന്നയിക്കുക. അവരതുമായി ബന്ധപ്പെട്ട കത്ത് നൽകുമെന്നാണ് വിവരം. അതേസമയം അഭിഭാഷകർ മുഖേന ഇങ്ങനെയൊരു പ്രതിസന്ധി മുന്നിൽ കണ്ടുകൊണ്ട് സുഗതൻ അവധി അപേക്ഷ നൽകിയിട്ടുണ്ട്. അതായത് തൻ്റെ വ്യക്തിപരമായ കാരണത്താൽ അല്ലെങ്കിൽ തനിക്ക് എത്തിച്ചേരാൻ ഉള്ള സാങ്കേതികമായ തടസ്സങ്ങൾ എന്താണെന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് ഈ കത്ത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൽ കൃത്യമായി സുഗതന് സംരക്ഷണം ഒരുക്കുന്ന തരത്തിലൊരു നിലപാട് നഗരസഭ സ്വീകരിക്കും, BJP നേതൃത്വം സ്വീകരിക്കും. കാരണം സുഗതൻ പുറത്തായാൽ 50 എന്ന നിലയിലേക്ക് അവർ ചുരുങ്ങും. 51 പേരുടെ പിന്തുണയോടെയാണ് ഭരണം നടത്തുന്നത്. അതിൽ ഒരാൾ സ്വതന്ത്ര അംഗമാണ്. അതുകൊണ്ട് തന്നെയാണ് സുഗതൻ്റെ അയോഗ്യത വിഷയം BJPയുടെ തിരുവനന്തപുരം നഗരസഭയുടെ ഭരണം തുടരുന്നതിൽ വരെ നിർണായകമായൊരു വിഷയമായി മാറിയതും അതിനെ രാഷ്ട്രീയമായി പരമാവധി ഉപയോഗിക്കാൻ LDFും UDFും ഒക്കെ തയ്യാറായതും നമ്മൾ നേരത്തെ കണ്ടതാണ്. സമാനതകളില്ലാത്ത പ്രശ്നങ്ങളാണ് സുഗതൻ്റെ അയോഗ്യതയുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കങ്ങളിൽ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകിക്കൊണ്ടൊക്കെ അത് തള്ളുന്ന സമയത്തൊക്കെ സഭയിൽ കഴിഞ്ഞ നഗരസഭാ കൗൺസിൽ യോഗത്തിൽ അരങ്ങേറിയത്. എന്തായാലും സമാധാനപരമായി ഇന്ന് കൗൺസിൽ യോഗം നടക്കുമോ ഇല്ലയോ എന്നതാണ് ഏറ്റവും ആകാംക്ഷ ഉണർത്തുന്ന കാര്യം. കാരണം ഹൈക്കോടതി നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആദ്യം 19 പേർ പുനഃസത്യപ്രതിജ്ഞ ചെയ്തിരുന്നു. ശേഷിച്ച ഒരേ ഒരാൾ സുഗതനായിരുന്നു. സുഗതന് വേണ്ടി കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി ജയിലിനുള്ളിൽ വെച്ച്, വിയ്യൂർ ജയിലിൽ വെച്ച് സത്യപ്രതിജ്ഞ ചെയ്യാനുള്ള അവസരം ഒരുക്കി കൊടുക്കുകയായിരുന്നു ഹൈക്കോടതി നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ നഗരസഭ അധികൃതർ. അങ്ങനെയാണ് സുഗതൻ വീണ്ടും പുനഃസത്യപ്രതിജ്ഞ ചെയ്ത് വാഴോട്ടുകോണം കൗൺസിലറായി വീണ്ടും ചുമതലയേൽക്കുന്ന സാഹചര്യം ജയിലിനുള്ളിൽ വെച്ചുണ്ടായത്. അതിനുശേഷം നടക്കുന്ന ആദ്യ കൗൺസിൽ യോഗം, അതാണ് ഇന്നത്തെ കൗൺസിൽ യോഗത്തിൻ്റെ പ്രത്യേകത. എന്തായാലും സുഗതനെ അയോഗ്യനാക്കണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് LDFും UDFും. അവർ ഒരുമിച്ചൊരു പ്രമേയം കൊണ്ടുവരുമോ എന്ന കാര്യത്തിൽ മാത്രമാണ് ഒരു വ്യക്തത വരാനുള്ളത്. നാടകീയമായ സംഭവങ്ങൾക്കൊക്കെ ഇന്നത്തെ കൗൺസിൽ യോഗം സാക്ഷ്യം വഹിക്കുമെന്ന് തന്നെയാണ് സൂചന. തീർച്ചയായും മറ്റൊരു സംഘർഷഭരിതമായ കൗൺസിൽ യോഗത്തിനു കൂടി സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ് തിരുവനന്തപുരം നഗരസഭ എന്നതിൽ സംശയമില്ല. ഡാന, ഒപ്പം നേരത്തെ പറഞ്ഞതുപോലെ കേരളത്തിൽ ആദ്യമായാണ് ഇത്തരമൊരു സത്യപ്രതിജ്ഞയൊക്കെ ജയിലിൽ നടക്കുന്നത്. അത് കോടതി ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലും മറ്റുമായിരുന്നു. പക്ഷേ BJP സംബന്ധിച്ചിടത്തോളം ഏറെ പ്രധാനമാണ് തിരുവനന്തപുരം നഗരസഭ. സ്വതന്ത്ര അംഗത്തിൻ്റെ പിന്തുണയോടെയാണ് ഭരിക്കുന്നത് എങ്കിൽ പോലും ആ ഭരണം കൈവിട്ട് പോകാതിരിക്കാൻ എന്ത് തരത്തിലുള്ള നീക്കങ്ങളും അവർ നടത്തും. ഈ ഇപ്പോഴത്തെ സാഹചര്യത്തിലൊക്കെ LDFും UDFും ഒന്നിക്കുക എന്നുള്ളത് അവിശ്വാസ പ്രമേയ സമയത്ത് പോലും സംഭവിക്കാത്ത കാര്യമാണ്. അപ്പോൾ ഈ പ്രമേയവുമായി ബന്ധപ്പെട്ട് വന്നാലും അയോഗ്യതയുമായി ബന്ധപ്പെട്ട് വന്നാലുമൊക്കെ അത്തരമൊരു ഒന്നിക്കലിനുള്ള സാഹചര്യമല്ലോ. അതാണല്ലോ BJPക്കുള്ള പ്രധാനപ്പെട്ട പഴുതും. സുഗതനെ പുറത്താക്കണം, അയോഗ്യനാക്കണമെന്ന ആവശ്യത്തിൽ LDF ഉറച്ചു നിൽക്കുകയാണ്. UDFും അതേ നിലപാട് തന്നെയാണ്. ഒരു ഘട്ടത്തിൽ അവർ ഒന്നിച്ച് അതിനുവേണ്ടി പ്രമേയം നൽകും. UDF അവതരിപ്പിക്കുന്ന പ്രമേയത്തെ പിന്തുണച്ചുകൊണ്ട് LDF രംഗത്തെത്തുമെന്ന് വരെയായിരുന്നു അഭ്യൂഹങ്ങൾ. അവസാന നിമിഷം വരെ ഒരു സസ്പെൻസിലേക്ക് കാര്യങ്ങൾ എത്തിച്ചതും അതുതന്നെയാണ്. അങ്ങനെ അവർ ഒന്നിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ അതാകുമായിരുന്നില്ല സ്ഥിതി. പക്ഷേ അവസാന നിമിഷം അതിൻ്റെ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങളും അതോടൊപ്പം അത് ഉണ്ടാക്കാനിടയുള്ള രാഷ്ട്രീയമായ പ്രചാരണങ്ങളും മുന്നിൽ കണ്ടുകൊണ്ടാണ് LDF സംസ്ഥാന
നേതൃത്വം നൽകിയ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഒരു നീക്കത്തിൽ നിന്ന് LDF തൽക്കാലത്തേക്ക് പിന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതായത് 1/3 അംഗങ്ങളുടെ പിന്തുണ ഉറപ്പാക്കേണ്ടതുണ്ട് ഇത്തരത്തിൽ അവിശ്വാസത്തിന് നോട്ടീസ് നൽകിയാൽ. പക്ഷേ അത് അന്ന് ഉണ്ടായില്ല. അങ്ങനെയെങ്കിൽ 20 LDF അംഗങ്ങളുടെ പിന്തുണ കൂടി ലഭിച്ചിരുന്നെങ്കിൽ മാത്രമേ അന്ന് ഇതുമായി ബന്ധപ്പെട്ട് അവർക്ക് തുടർ നീക്കങ്ങളിലേക്ക് കടക്കാൻ കഴിയുമായിരുന്നുള്ളൂ. എന്തായാലും ഇന്ന് അവർ എന്ത് നിലപാടായിരിക്കും LDFും UDFും ഈ വിഷയത്തിൽ സ്വീകരിക്കുക എന്നതാണ് അറിയാനുള്ളത്. ഒന്നുകിൽ അയോഗ്യതാ വിഷയം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് LDF സാധാരണയായി നടത്താറുള്ള LDF അംഗങ്ങളുടെ മാത്രം പ്രതിഷേധം അവിടെ തുടരും. UDF സാധാരണയായി നടത്താറുള്ള 20 UDF കൗൺസിലർമാരുടെ പ്രതിഷേധം മറുവശത്ത് തുടരും. അതിനിടയിൽ കൗൺസിൽ യോഗം ചേരാനും അവധി അപേക്ഷ പരിഗണിക്കാനും ഒക്കെ തന്നെയാണ് സാധ്യത. അങ്ങനെ പരിഗണിച്ചുകൊണ്ട് സുഗതന് അവധി നൽകാൻ കൗൺസിൽ യോഗത്തിൽ തീരുമാനമെടുത്താൽ ഈ അയോഗ്യതാ വിഷയം പിന്നെ ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല. അങ്ങനെ സംഭവിച്ചാൽ അതിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കാനുള്ള നീക്കം കൂടി UDFിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. KS ശബരിനാഥൻ ഇന്നലെ മാധ്യമങ്ങളോട് പ്രതികരിച്ചതും അത്തരത്തിൽ തന്നെയാണ്. അതായത് ഈ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കുമില്ല. സുഗതന് അനുകൂലമായൊരു തീരുമാനമാണ് കൗൺസിൽ യോഗത്തിൽ മേയർ സ്വീകരിക്കുന്നതെങ്കിൽ അത് ചോദ്യം ചെയ്തുകൊണ്ട് ഹൈക്കോടതിയെ സമീപിക്കാനാണ് തങ്ങളുടെ തീരുമാനമെന്ന നിലയിലേക്കാണ് പ്രതിപക്ഷ കക്ഷികളൊക്കെ എത്തിയിരിക്കുന്നത്. ശരി, ഡാൻ കുര്യനാണ് വിവരങ്ങൾ പങ്കുവച്ചത്.